സുജാത മോഹൻ എന്നാൽ പാട്ടുകളെ പ്രണയിക്കുന്നവർക്ക് ഒരു വികാരമാണ്. 2000-ലധികം പാട്ടുകൾ വിവിധ ഭാഷകളിലായി പാടിയിട്ടുള്ള സുജാത മോഹൻ അതിൻ്റെയൊക്കെ ഇരട്ടിയിലധികം സ്റ്റേജ് പെർഫോമൻസുകളും നടത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 4-5 വർഷത്തോളമായി താൻ സ്റ്റേജിൽ ലൈവ് പെർഫോമൻസുകൾ നടത്തിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തി സുജാത മോഹൻ. മാർച്ച് 31-നായിരുന്നു സുജാത മോഹൻ്റെ 63-ാം ജന്മദിനം. ഈ സാഹചര്യത്തിലാണ് റെയിൻബോ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ച സുജാതയുടെ ഒരു വീഡിയോ പുറത്തുവന്നത്. AR റഹ്മാൻ്റെ സഹോദരിയും ഗായികയുമായ AR റെയ്ഹാനയാണ് സുജാതയ്ക്ക് പുരസ്കാരം നൽകിയത്. ഇത്രയധികം സിനിമകളിൽ അത്രയും മനോഹരമായ പാട്ടുകൾ പാടിയിട്ടുള്ള സുജാതയ്ക്ക് ഇതുവരെ ഒരു ദേശീയ പുരസ്കാരം നൽകിയിട്ടില്ല എന്ന വസ്തുത റെയ്ഹാന വേദിയിൽ എടുത്തു പറയുന്നു. പുരസ്കാരം ലഭിച്ചതിനു ശേഷമാണ് സുജാത വേദിയിൽ ഒരു പാട്ട് പാടാൻ ശ്രമിച്ചത്. ഹൈ പിച്ചിൽ തനിക്ക് പാടാൻ സാധിക്കില്ല, ഒരു വോയിസ് പ്രശ്നമുള്ളതായി സുജാത പറഞ്ഞു. അത് പറയുമ്പോൾ ഗായികയുടെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 4-5 വർഷത്തോളമായി ഞാനൊരു വേദിയിലും പാടിയിട്ടില്ല, ലൈവ് ഷോകൾ ചെയ്തിട്ടില്ല. എനിക്ക് വോയിസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ വേദിയിൽ എനിക്ക് പറയണം, ഒരിക്കലും ഞാൻ തോറ്റുകൊടുക്കില്ല. ഇത്ര കാലമായി ചെയ്തു വരുന്ന പ്രാക്ടീസ് ഞാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തോളമായി 2-3 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ഇന്ന് കിട്ടിയ ഈ ഇൻസ്പിറേഷനിൽ തീർച്ചയായും ഞാൻ അത് കൂടുതൽ സമയം ചെയ്യുമെന്നും തിരിച്ച് വേദിയിൽ വീണ്ടും പാടുമെന്നും ഉറപ്പു നൽകുന്നു എന്നാണ് സുജാത പറഞ്ഞത്. പക്ഷേ സുജാതയ്ക്ക് നേരത്തെയും ഈ പ്രശ്നം ഉണ്ടായിരുന്നതായി റെയ്ഹാന പറയുന്നു. പുതുവെള്ളൈ മഴൈ എന്ന പാട്ട് പാടുന്ന സമയത്തായിരുന്നു അത്. അന്ന് ഞങ്ങളുടെ അമ്മ സുജാതയെ ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. പിന്നീടത് ശരിയായി. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചാൽ സുജാതയുടെ ആ പ്രശ്നം മാറിക്കിട്ടും. നമുക്ക് കുറേയധികം പാട്ടുകളും ഇപ്പോൾ ഏറെക്കുറെ ശരിയായി. ഇനി കുറച്ചുകൂടി മാത്രമേ ഭേദമാകാനുള്ളൂ എന്നും റെയ്ഹാന പറയുന്നു.